തുർക്കിഷ് ലയണൽ മെസ്സി, അർദ ഗുള്ളർ നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ്. കാരണം റിയൽ മാഡ്രിഡിലെ മികച്ച പെർഫോമൻസ് കാണിക്കുന്ന ഒരു യുവതാരമാണ് അർദ ഗുള്ളർ. സോ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് അർദ ഗുള്ളർ. അദ്ദേഹം 2024 യൂറോ കപ്പിൽ തുർക്കിഷ് ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നാഷണൽ ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ലോകത്തിന്റെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം മികച്ചൊരു ഗോളാണ് അദ്ദേഹം 2024 യൂറോ കപ്പിൽ നേടിയത്. അതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമല്ല. ഒരുപാട് കാലങ്ങളായി ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ പേരിൽ എഴുതി വെച്ച ആ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് അർദ ഗുള്ളർ ആ ഗോൾ നേടിയിട്ടുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി യൂറോ കപ്പിൽ ഗോൾ നേടുന്നത് ഇതുവരെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. 2004 19 വയസ്സും 128 ദിവസമായ സമയത്താണ് 2004 സമയങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്രീസിനെതിരെ ആ ഒരു ഗോള് യൂറോ കപ്പിൽ നേടിയത്. ഇപ്പോൾ ഇതാ അർദ ഗുള്ളർ തുർക്കിഷിന് വേണ്ടി 19 വയസ്സും 114 ദിവസം തികയുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു ഗോൾ നേടുകയും റൊണാൾഡോ എഴുതപ്പെട്ട റെക്കോർഡ്, ഒരുപാട് പ്രൊലോങ് ആയിട്ടുള്ള ഈ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ അർദ ഗുള്ളർ ഏറ്റി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഗോളിനെ പറ്റി പറയുകയാണെങ്കിൽ നോ വേർഡ്സ് അബൌട്ട് ദാറ്റ് ഗോൾ. എത്രമാത്രം വിസ്മയിപ്പിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഗോളായിരുന്നു. ഒരു കിഡിലൻ ഒരു കർവിംഗ് ഷോട്ടിലൂടെയാണ് അർദ ഗുള്ളർ ഗോൾ സ്വന്തമാക്കിയത്. ഗോളൊന്ന് കാണേണ്ടതെന്നാണ്. തീർച്ചയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ബാക്ക് അടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കളിയിൽ നിന്നുള്ള ഗോൾ കാണാൻ ശ്രമിക്കാം. ഇനി അടുത്ത് പറയാനുള്ളത് പോർച്ചുഗലിന്റെ കഴിഞ്ഞ മത്സരം. പോർച്ചുഗൽ യൂറോ കപ്പിൽ ആദ്യ മത്സരം ചെക്ക് റിപ്പബ്ലിക്കുമായിട്ട് ഏറ്റുമുട്ടിയ സമയത്ത് വളരെ മോശമായിട്ടുള്ള ഒരു മത്സരമാണ് മൈതാനത്ത് കാണികൾ കണ്ടത്. കാരണം പോർച്ചുഗൽ ഐസ്ലാൻഡുമായിട്ട് ഏറ്റുമുട്ടിയ സമയത്ത് നല്ല രീതിയിലുള്ള പ്ലേയേഴ്സിന്റെ ഇടയിലുള്ള കോർഡിനേഷനും ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ യൂറോ കപ്പിന്റെ ആദ്യ മത്സരത്തിലേക്ക് വന്നപ്പോൾ പോർച്ചുഗലിന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നു. നല്ല രീതിയിലുള്ള കൗണ്ടർ അറ്റാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ കളിയാണ് മൈതാനത്ത് പോർച്ചുഗൽ ആദ്യ മത്സരത്തിൽ കാണിച്ചത്. റോണോന്റെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ ഐസ്ലാൻഡുമായിട്ടുള്ള മത്സരത്തിൽ കുറച്ച് പുറകിലോട്ട് ഇറങ്ങി വന്നുകൊണ്ട് പ്ലേയേഴ്സിനെ കൊണ്ട് പ്ലേ മേക്കിംഗ് ചെയ്ത റൊണാൾഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു കഴിഞ്ഞ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഒരുപാട് ഓഫ് സൈഡ് ട്രാപ്പിൽ റൊണാൾഡോ കൊടുങ്ങുന്നുണ്ട്. അതും റൊണാൾഡോ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അൽ നാസറിലാണെങ്കിലും അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ മത്സരങ്ങളിലും റൊണാൾഡോ ഓഫ് സൈഡിൽ ഒരുപാട് ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അത് റൊണാൾഡോ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്ലേയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിഡ്ഫീൽഡേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബെർണാർഡോ സിൽവ ആയാലും ബ്രൂണോ ആയാലും നല്ല രീതിയിലുള്ള ബോളുകൾ ഫ്രണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ബ്രൂണോ ഒരുപാട് ബോളുകൾ ചാൻസ് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ നല്ല രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബോളുകളൊന്നും എത്തിച്ചു കൊടുക്കാൻ ബ്രൂണോക്ക് സാധിച്ചില്ല. ബെർണാർഡോ സിൽവന്റെ കാര്യം പറയുകയാണെങ്കിൽ പറയണ്ട. മാഞ്ചസ്റ്റർ സിറ്റിയിൽ കളിക്കുന്ന ഒരു രീതിയിലുള്ള കളിയും അദ്ദേഹം പോർച്ചുഗലിൽ കളിക്കുന്നില്ല. പിന്നെ പറയാനുള്ളത് ലിയോന്റെ കാര്യമാണ്, റഫേൽ ലിയോന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സ്പീഡി റൺ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ സ്പീഡ് എബിലിറ്റി എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻസ് ആണ്. പക്ഷേ അതിന് മാത്രമുള്ള പെർഫോമൻസോ ട്രിബിളിംഗ് സ്കിൽസോ നല്ല രീതിയിലുള്ള അസിസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലിയോന്റെ ഭാഗത്തുനിന്നും കാണുന്നില്ല. വളരെ മോശമായിട്ടുള്ള ഒരു കളിയാണ് എല്ലാ രീതിയിലും. ഇപ്പോൾ വിങ്സിൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മിഡിൽ നോക്കുകയാണെങ്കിലും നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത്. ഇതുപോലെയുള്ള കളി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോർച്ചുഗലിന് കപ്പടിക്കാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. എനിവേ കളി മോശമായതുകൊണ്ട് തന്നെയാണ് എതിർ ടീം ആദ്യം ഗോൾ നേടിയതും അതിനുശേഷമാണ് 2 ഗോളുകൾ പോർച്ചുഗൽ നേടുന്നത്. മാർട്ടിനസിന്റെ അവസാനത്തെ 3 സബ്, അതിൽ നിന്നാണ് ആ 3 സബിൽ 2 പേരാണ് അവസാനത്തെ ഗോളിലേക്കുള്ള വഴിയൊരുക്കുന്നത്. അങ്ങനെ തന്നെയാണ് പോർച്ചുഗൽ വിജയിച്ചത്. വലിയ രീതിയിലുള്ള കളികളോ കാര്യങ്ങളോ ഒന്നും വമ്പൻ പ്ലേയേഴ്സിന്റെ അടുത്ത് നിന്ന് പോർച്ചുഗലിന് മൈതാനത്ത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം അടിപൊളി പ്ലേയേഴ്സ് പോർച്ചുഗലിന്റെ ടീമിലുണ്ട്. പക്ഷെ അതിന് മാത്രമുള്ള പെർഫോമൻസ് ഒന്നും പോർച്ചുഗലിന്റെ സൈഡിൽ നിന്ന് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത കഴിഞ്ഞ മത്സരം എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ഫ്ലോപ്പായിട്ടുള്ള മത്സരമാണ്, അല്ലെങ്കിൽ പെർഫോമൻസ് ആണ് പോർച്ചുഗലിന്റെ സൈഡിൽ നമ്മൾ കണ്ടത്. ഇതുപോലത്തെ ഒരു പെർഫോമൻസ് വെച്ച് പോവുകയാണെങ്കിൽ 2024 യൂറോ കപ്പ് സ്വപ്നം കാണേണ്ട പോർച്ചുഗൽ. കാരണം ഈ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ടൈറ്റായിട്ടുള്ള മത്സരങ്ങൾ വരാൻ പോവുകയാണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നെങ്കിൽ ദുഃഖിക്കേണ്ടി വരും പോർച്ചുഗലും ഫാൻസും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈ നിങ്ങൾ മുന്നിലെത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ബൈ.